ഗോപി മരുഭൂമി പിന്നിട്ടാൽ തൊട്ടുമുന്നിൽ ഹിമാലയമാണെന്നും അത് കടന്നാൽ ഭാരതമായി എന്നും ഞങ്ങൾ കരുതിയിരുന്നു. എന്നാൽ ആ ആട്ടിടയനെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ടിബറ്റിലെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ചൈനയിലെ കാൻസു പ്രവിശ്യയുടെ അതിർത്തിയിലായിരിക്കണം അന്ന് ഞങ്ങൾ. 1941 ഒക്ടോബർ ആദ്യവാരത്തോടെയാണ് ഞങ്ങൾ ടിബറ്റൻ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചത്. കഴിഞ്ഞ 4.5 മാസത്തിനുള്ളിൽ അതികഠിനമായ 2000 മൈലുകൾ ഞങ്ങൾ പിന്നിട്ടിരുന്നു. ടിബറ്റിലെത്തിയ ശേഷവും ദിവസവും 20 മൈലുകളെങ്കിലും ഞങ്ങൾ നടക്കുമായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ഞങ്ങളെ വിട്ടുപിരിഞ്ഞ പ്രിയ സുഹൃത്തുക്കളെയും ഓർക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ഞങ്ങൾ നൽകിയ വില ഇത്തിരി കൂടിപ്പോയോ എന്ന് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട്. ഇത്രയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടിവരുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ മഹാപലായനം ദ ലോങ് വാക്ക് തുടങ്ങുമായിരുന്നോ എന്നുപോലും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ ടിബറ്റിലെത്തിയതോടെ പിടിക്കപ്പെടുമെന്ന പേടി ഞങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു. ചിലപ്പോഴൊക്കെ യാത്ര മതിയാക്കി ഞങ്ങൾ വിശ്രമിക്കാനും തുടങ്ങി. ദയയുള്ളവരായ അവിടുത്തെ ഗ്രാമീണർ ഞങ്ങളെ അതിഥികളെപ്പോലെ സ്വീകരിച്ചു. അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ലായിരുന്നു. ആ ആട്ടിടയനോട് യാത്ര പറഞ്ഞ് 6 ദിവസത്തെ നടത്തത്തിനു ശേഷമാണ് ടിബറ്റിലെ ആദ്യത്തെ ഗ്രാമം ഞങ്ങൾ കാണുന്നത്. വിശപ്പുകൊണ്ട് ഞങ്ങൾ തളർന്നിരുന്നു. കൈവശമുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തീർന്നിട്ട് 2 ദിവസമായിരുന്നു. മരുഭൂമിയിലെ ചൂടുമാറി തണുപ്പ് വീണ്ടും കഠിനമായപ്പോൾ ഞങ്ങളുടെ കൈകാലുകൾ മരവിക്കാൻ തുടങ്ങി. ദൂരെ 10 മൈൽ അകലെ പുകയുയരുന്നത് കണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഒരു വലിയ ജനവാസ മേഖലയ്ക്കടുത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ഇരുപതടി നീളവും 15 അടി വീതിയുമുള്ള 10-15 തീപ്പെട്ടിപ്പെട്ടികൾ അടുക്കിവെച്ചതുപോലെയുള്ള വീടുകൾ ഞങ്ങൾ കണ്ടു. ആ വീടുകളെല്ലാം ഒന്നിനോടൊന്ന് ചേർന്നു നിൽക്കുന്നു. ചിലതിന് വേലിയുണ്ട്, ചിലതിനതില്ല. ഗ്രാമത്തിലേക്കുള്ള ആ ചെറിയ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ അവിടുള്ളവർ ഞങ്ങളെ എങ്ങനെ സ്വീകരിക്കുമെന്ന ആശങ്കയിലായിരുന്നു ഞങ്ങൾ. ഗ്രാമത്തിനടുത്തേക്കെത്തിയപ്പോൾ ഒരുപാട് കുട്ടികളും നായ്ക്കളും കോഴികളും അവിടെയൊക്കെ ഓടി നടക്കുന്നത് കണ്ടു. ആദ്യത്തെ വീടിനടുത്തെത്തിയപ്പോൾ ഒരു കർഷകൻ തന്റെ കാളവണ്ടിയുടെ നുകം കാളയുടെ കഴുത്തിൽ വെക്കാൻ പാടുപെടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടികൾ അവനെ ചുറ്റും കൂടിനിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവർ ഞങ്ങളെ കണ്ടതും വിവരം കർഷകനോട് പറഞ്ഞു. അവനുടനെ തന്റെ ജോലി നിർത്തി ഞങ്ങളെ നോക്കി. ഞങ്ങൾ അവനെ തലകുനിച്ച് വന്ദിച്ചു. ഞാനും കോലമനോസും പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. കോലമനോസിന്റെ സ്വർണ്ണ നിറത്തിലുള്ള മുടി കണ്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടുപോയി. ഞങ്ങൾ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഷകൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മനസ്സിലായി. കുട്ടികൾ ഞങ്ങളുടെ വരവറിയിക്കാൻ ഗ്രാമത്തിനുള്ളിലേക്ക് ഓട്ടി. ഞങ്ങൾ ആ കർഷകന്റെ പിന്നാലെ നടന്നു. അവൻ അവിടെയുള്ള ഒരു വലിയ വീടിനുള്ളിലേക്ക് മറഞ്ഞു. ഒരുപക്ഷേ അവൻ ഗ്രാമത്തലവനെ വിവരമറിയിക്കാൻ പോയതായിരിക്കും. ആരോ എന്റെ കാതിൽ മന്ത്രിച്ചു. കൂടുതൽ സമയം ഞങ്ങൾക്ക് കാത്തുനിൽക്കേണ്ടി വന്നില്ല. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ വാതിൽ തുറന്നു പുറത്തുവന്നു. ഞങ്ങൾ അവനെയും വന്ദിച്ചു. കുറച്ച് സംസാരത്തിനുശേഷം ഞങ്ങളുടെ ഭാഷ റഷ്യനാണെന്ന് മനസ്സിലാക്കിയ അയാൾ റഷ്യൻ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് സ്വാഗതം. ഇനി നമുക്ക് ധൈര്യമായി സംസാരിക്കാം. ഞാൻ കോക്കേഷ്യനാണ്. എനിക്ക് റഷ്യൻ സംസാരിക്കാൻ അറിയാം. നിങ്ങൾ റഷ്യയിൽ നിന്നുള്ള തീർത്ഥാടകരാണോ? അയാൾ ചോദിച്ചു. ഞാൻ അതേ എന്ന് തലയാട്ടി. റഷ്യയിൽ ബുദ്ധമതക്കാർ വളരെ കുറവാണല്ലോ. അതുപോട്ടെ, നിങ്ങൾ ഗോപി മരുഭൂമി കാൽനടയായി താണ്ടിവന്നവരാണോ എന്ന് അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതിനും ഞാൻ അതെ എന്ന് മറുപടി നൽകി. നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കുമല്ലോ. ഒരിക്കൽ ആ മരുഭൂമിയിൽ മരിച്ചുപോകേണ്ടതായിരുന്നു. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉള്ളതുകൊണ്ടാകണം ദൈവം നിങ്ങളെ രക്ഷിച്ചത് എന്നു പറഞ്ഞ് അയാൾ തന്റെ ഭയാനകമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. അതിഥികളെ നിർത്തിക്കൊണ്ടാണ് താൻ സംസാരിക്കുന്നതെന്ന് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട അവൻ സംസാരം നിർത്തി ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. അവന്റെ വീടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ മുറിയായിരുന്നു. നടുവിൽ പകുതിയോളം ഉയരത്തിൽ ഒരു മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ബഹളം വെച്ചുകൊണ്ടിരുന്ന 3-4 കുട്ടികളെ അവന്റെ ഭാര്യ പുറത്തേക്കോടിച്ചു. ആ മതിലിനപ്പുറം അവളുടെ അടുക്കളയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വിശന്നു വല്ലാതെ തളർന്നിരുന്നു. അടുക്കള ഭാഗത്തുനിന്ന് ചൂടുള്ള ഓട്ട്റൊട്ടിയും ചായയും ധാരാളമായി വന്നു. വയറു നിറയെ ആഹാരം കഴിക്കുന്നതുവരെ ആരും ഒന്നും സംസാരിച്ചില്ല. അതിനുശേഷം ഹുക്കയിൽ പുകയില നിറച്ച് അതിനു മുകളിൽ 2 കനൽ കഷണങ്ങൾ വെച്ച് അവർ കൊണ്ടുവന്നു. കുറച്ചു സമയത്തിനുള്ളിൽ വീടിന് തീപിടിച്ചോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ഞങ്ങൾ പുക വലിച്ചു പുറത്തുവിട്ടതുകൊണ്ട് മുറി നിറയെ പുകയായി. അപ്പോൾ നിങ്ങൾ ലാസയിലേക്കാണ് പോകുന്നത് എന്ന് ഹുക്കയിൽ നിന്ന് പുക വലിച്ചു വിട്ടുകൊണ്ട് ആ വീട്ടുകാരൻ സംസാരിച്ചു തുടങ്ങി. ഒരു മുന്നറിയിപ്പ് ഞാൻ ഇപ്പോൾ തന്നെ തരാം, അതോർത്തുവെച്ചോളൂ.
ഗോപി മരുഭൂമി പോലെ തന്നെ കഠിനമായ യാത്രയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്തോറും തണുപ്പ് അതിശക്തമാകും. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഇടം നോക്കി വേണം ഉറങ്ങാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കില്ല. നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി ശരിയാണ്. ഇവിടെ നിന്ന് അടുത്ത ഘട്ടം എത്തുന്നതുവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാൽനടപ്പാത കാണാം. അവിടെ നിന്നങ്ങോട്ട് വഴി എളുപ്പത്തിൽ മനസ്സിലാക്കാം. പക്ഷെ ഇന്ന് മാത്രം നിങ്ങൾ യാത്ര തുടരേണ്ടതില്ല. എന്റെ ആതിഥ്യം സ്വീകരിച്ച് നാളെ രാവിലെ പോയാൽ മതി. രാവിലെ ഞാൻ കൃത്യമായി വഴി പറഞ്ഞുതരാം എന്ന് ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു. സ്മിത്ത് പറഞ്ഞു, ഞങ്ങളിൽ ആർക്കും ഇവിടുത്തെ ഭാഷ അറിയില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം. ടിബറ്റിൽ അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. എതിരെ വരുന്നവർക്ക് മുന്നിൽ തലകുനിച്ചാൽ മതി. അവരും നിങ്ങളെ വന്ദിക്കുകയും നിങ്ങളുടെ മിത്രമായി മാറുകയും ചെയ്യും. എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്തു തരും. ഞങ്ങൾക്ക് ഭാഷ അറിയാമെങ്കിലും ഞങ്ങൾ അധികം സംസാരിക്കാറില്ല. മനുഷ്യരോട് സംസാരിക്കാതെ തന്നെ അവരെ മനസ്സിലാക്കാൻ ബുദ്ധമതം പഠിപ്പിക്കുന്നുണ്ട്. രാത്രിയായപ്പോഴേക്കും ഞങ്ങളുടെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മുൻപ് ആ ആട്ടിടയൻ ചെയ്തതുപോലെ തന്നെ ഒരാടിനെ മുഴുവനായി ഉപ്പും മസാലയും പുരട്ടി കനലിൽ ചുട്ടെടുത്തു. ഞങ്ങൾ മനസ്സ് നിറയെ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ആ ഗ്രാമത്തിലെ പ്രമുഖരായ പലരും ഞങ്ങളെ കാണാനായി എത്തി. ആട്ടിടയനായ ആ വൃദ്ധന്റെ കൈവശം കണ്ടതുപോലെയുള്ള ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം പോലുള്ള തട്ടുകൾ ഞാൻ ഇവിടെയും കണ്ടു. ഇവിടെയും അത് വിലപിടിപ്പുള്ള വസ്തുവായി തുണിയിൽ പൊതിഞ്ഞാണ് വെച്ചിരുന്നത്. ഞങ്ങളെ കാണാൻ വന്ന അതിഥികൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം റഷ്യൻ ഭാഷ അറിയാവുന്ന ഒരാൾ ഞങ്ങൾക്ക് തർജിമ ചെയ്തു തന്നു. ഞങ്ങളുടെ മറുപടിയും അദ്ദേഹം അവർക്കതേപോലെ വിവരിച്ചു കൊടുത്തു. ഞങ്ങൾ താമസിച്ച വീട്ടുകാരന് ആ ഗ്രാമത്തിൽ വലിയ ബഹുമാനമുണ്ടെന്ന് അവിടെ വന്നവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു. കൂടാതെ അദ്ദേഹം ഞങ്ങളോട് റഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ അന്തസ്സ് വർദ്ധിപ്പിച്ചു. ഞങ്ങളെ സന്ദർശിക്കാൻ വന്നവരെല്ലാം ഒരു അപൂർവ ഒത്തുചേരലിൽ പങ്കെടുത്ത സംതൃപ്തിയോടെയാണ് യാത്ര പറഞ്ഞു പിരിഞ്ഞത്. ഇനി മാസങ്ങളോളം സംസാരിക്കാനുള്ള വിശേഷങ്ങൾ ആ കൂടിക്കാഴ്ചയിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു. അവർ കാണിച്ചുതന്ന ഒരു ഒഴിഞ്ഞ വീട്ടിലാണ് ഞങ്ങൾ അന്ന് ഉറങ്ങിയത്. ഞങ്ങളുടെ പലായനത്തിനു ശേഷം ആദ്യമായാണ് ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഞങ്ങൾ ഉറങ്ങുന്നത്. വെയിലുദിച്ചിട്ടും ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. യാത്രയുടെ ക്ഷീണമുള്ളതുകൊണ്ട് ആരും ഞങ്ങളെ വിളിക്കാൻ വന്നില്ല. ഞങ്ങൾ എഴുന്നേറ്റ ഉടനെ മുഖവും കൈകാലുകളും കഴുകണോ എന്ന് വീട്ടുകാരൻ ചോദിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ അറ്റത്ത് കുളിമുറിയും സൗകര്യങ്ങളുമുണ്ട്. അത് വേറൊന്നുമല്ല, ഒഴുകുന്ന തെളിനീരുള്ള ഒരു ചെറിയ തോടാണ്. അവിടെയാണ് ഞങ്ങളുടെ കുളിയും മറ്റും എന്നദ്ദേഹം വിശദീകരിച്ചു. ഞങ്ങൾ അവിടെ പോയി കുളിച്ച് പഴയ വസ്ത്രങ്ങൾ തന്നെ പൊടി തട്ടിയെടുത്തു ധരിച്ചു. പിന്നീട് ചായയും പലഹാരങ്ങളും തന്ന് അവർ ഞങ്ങളെ സൽക്കരിച്ചു. യാത്ര തിരിക്കാൻ സമയമായി. ഞാൻ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞ് നിങ്ങളുടെ പത്നിയോട് ഞങ്ങളുടെ നന്ദി അറിയിക്കണം എന്നു പറഞ്ഞു. നിങ്ങളുടെ നന്ദി അവൾക്ക് മനസ്സിലാവില്ല, ഞാൻ അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പിന്നീട് പറഞ്ഞുകൊള്ളാം എന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഞങ്ങൾ ഇറങ്ങാൻ നേരം ആ സ്ത്രീഭർത്താവിന്റെ കയ്യിൽ ഞങ്ങൾക്ക് വഴിയിൽ കഴിക്കാനായി വലിയൊരു കെട്ട് ആഹാരം കൊടുത്തുവിട്ടു. യാത്രയ്ക്കിടയിൽ ചെരിപ്പുണ്ടാക്കാൻ ഉപയോഗപ്പെട്ടേക്കാം എന്നു പറഞ്ഞ് ആ വീട്ടുകാരൻ മൃദുവായ കുറച്ച് ചർമ്മവും നൽകി. വീട്ടുടമസ്ഥൻ കുറച്ചു ദൂരം ഞങ്ങൾക്ക് വഴി കാണിച്ചുതരാൻ കൂടെ വന്നു. ചിലപ്പോൾ വഴി എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പോഴൊന്നും താഴെ വഴി നോക്കി സമയം കളയരുത്. ദൂരേക്ക് ആകാശസീമയിലേക്ക് നോക്കുക. അപ്പോൾ വഴി എങ്ങോട്ടാണെന്ന് ഏകദേശ രൂപം കിട്ടും എന്ന് അദ്ദേഹം ഉപദേശിച്ചു. മുന്നോട്ടുള്ള യാത്രയിൽ ഏതൊക്കെ ആകൃതിയിലുള്ള കൊടുമുടികൾ വരുമെന്നും അതിന്റെ ഏതു വശത്തുകൂടി പോകണമെന്നും അദ്ദേഹം വിശദമായി പറഞ്ഞുതന്നു. അവന് അതിൽ കൂടുതൽ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. ആ വഴിയോരത്ത് നിന്ന് അവൻ ഞങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. ഒരു കൂട്ടം കുട്ടികളോടൊപ്പം നിന്ന് അവൻ കൈവീശുന്നത് ഏറെ നേരം ദൂരെ നിന്ന് കാണാമായിരുന്നു. ഒരു ദിവസത്തെ നടത്തത്തിനു ശേഷം അവൻ തന്ന പൊതി ഞങ്ങൾ അഴിച്ചുനോക്കി. എല്ലാവർക്കും 4 വീതം ഓട്സ് റൊട്ടികൾ ലഭിച്ചു. ബാക്കിയുള്ളവ 6 ഭാഗങ്ങളായി വീതിച്ചു. ആ ഗ്രാമത്തിൽ വെച്ച് വയറുനിറയെ കഴിച്ചതുകൊണ്ട് അടുത്ത 3 ദിവസത്തേക്ക് ഭക്ഷണം കരുതിവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വഴി വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് 4 ദിവസം ഞങ്ങൾ തടസ്സങ്ങളില്ലാതെ മുന്നോട്ടുപോയി. അപ്പോൾ മാർഷിങ്കോവ് പറഞ്ഞു, ഈ മനുഷ്യരുടെ നന്മ കാണുമ്പോൾ എന്റെ ഹൃദയം നിറയുന്നു. നമ്മളെ തടവിലാക്കി നരകത്തിലേക്ക് തള്ളിയവരെ ഓർക്കുമ്പോൾ മനുഷ്യത്വത്തിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഈ സാധാരണ ഗ്രാമീണർ അവരുടെ സ്നേഹം കൊണ്ടും ഉദാരത കൊണ്ടും എന്റെ മനസ്സിലെ ആ കൈപ്പേറിയ ഓർമ്മകളെ മായ്ക്കാൻ സഹായിച്ചു. ആ നിമിഷം നാടോടികളായ മംഗോളിയന്മാർ മുതൽ ആട്ടിടയനായ വൃദ്ധനും ടിബറ്റൻ ഗ്രാമീണരും വരെ എന്റെ കൺമുന്നിലൂടെ കടന്നുപോയി. അവിടെ നിന്ന് 6 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കുറേ ആടുകളെയും ആട്ടിൻകൂട്ടങ്ങളെയും ഞങ്ങൾ കണ്ടു. തൊട്ടടുത്തു തന്നെ അവയുടെ ഉടമസ്ഥരുടെ 2 വീടുകളുണ്ടായിരുന്നു. അവിടെയുള്ള 2 കുടുംബങ്ങളും തലകുനിച്ച് വന്ദിച്ച് ഞങ്ങളെ സ്വാഗതം ചെയ്തു.
ആ വീടുകൾ ഞങ്ങൾ നേരത്തെ കണ്ട ഗ്രാമത്തിലെ വീടുകളേക്കാൾ ചെറുതായിരുന്നുവെങ്കിലും ബാക്കിയെല്ലാം ഒരുപോലെയായിരുന്നു. അതിഥി സൽക്കാരത്തിന്റെ കാര്യത്തിൽ ടിബറ്റുകാർ പരസ്പരം മത്സരിക്കുകയാണെന്ന് തോന്നും. അവിടെയും ചുട്ട ആട്ടിറച്ചി കഴിച്ച് ഞങ്ങൾ സമയം ചെലവഴിച്ചു. ഞങ്ങളുടെ ഭാഷ അവർക്ക് തർജ്ജമ ചെയ്തു കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആംഗ്യഭാഷയിലൂടെയാണ് ഞങ്ങൾ സംസാരിച്ചത്. എന്നാൽ അവരുടെ സ്നേഹത്തിന് അതൊന്നും ഒരു തടസ്സമായില്ല. രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആ 2 കുടുംബങ്ങളും വണങ്ങി ഞങ്ങളെ യാത്രയാക്കി. മുൻപത്തെ ഗ്രാമത്തലവൻ പറഞ്ഞുതന്ന അടയാളങ്ങൾ ഞങ്ങൾക്ക് വഴി കണ്ടെത്താൻ ഏറെ സഹായിച്ചു.